ഇന്നൊരു നമുക്കൊരു വെറൈറ്റി പിടിക്കാം. അതായത് ചക്കയും മുട്ടയും, അതായത് ചക്കയും മുട്ടയും കൂടെ കോമ്പിനേഷൻ. നമ്മൾ സാധാരണ കൊള്ളിയും മുട്ടയും, അല്ലെങ്കിൽ കപ്പയും മുട്ടയും എന്ന് പറഞ്ഞിട്ട് തട്ടുകടയിലുള്ളൊരു ഫേമസ് വിഭവമാണ്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ചക്കനെയും മുട്ടനെയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കണം ചക്കയും മുട്ട. ഇൻഗ്രീഡിയൻസിൽ ചക്ക അധികം പഴുക്കാത്തതായിരിക്കും. അതായത് മെഴുക്കുവരട്ടിയുടെ പരുവത്തിലുള്ള ചക്ക, പുളിയൊന്നും ആവാൻ പാടില്ല. ഇങ്ങനെ ഒലർന്ന് എടുക്കണം. പിന്നെ അടുത്തത് സവാള വേണം, മുട്ട വേണം, മല്ലിയില വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 5-6 പറ്റു മതി. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, അതായത് മുട്ട കൊത്തിപ്പൊരിച്ചെടുക്കുക. അതിൽ വേറെ മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി, കുറച്ച് ഉപ്പും ഇട്ടാൽ മതി. വേറെ കാര്യമായിട്ടുള്ള മസാലകളൊന്നും ഇടണ്ട. പക്ഷേ നമ്മൾ ഇനിയും ഈ കുരുമുളക് പൊടിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കി മാറ്റി വയ്ക്കേണ്ട. ആ പാനിൽ തന്നെ നമ്മുടെ ഇതൊക്കെ ചെറുതായിട്ട് മുറിക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ സവാള, വേപ്പില. അപ്പോൾ ഇതൊന്ന് വഴറ്റണം. അത്യാവശ്യം നല്ലപോലെ വഴറ്റുന്ന പറഞ്ഞാൽ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ ബ്രൗണൊന്നും ആവണ്ട, പക്ഷെ അതിങ്ങനെ സോഫ്റ്റ് ആവണം. അതായത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ വരണം, വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരണം, സവാള ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയും മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ മൂത്ത് നോക്കിയാൽ ഈ കളറായാൽ മതി. ഇതിങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവും. സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ചക്ക ശ്രദ്ധിക്കണം, അധികം ഇത് മൂക്കാൻ അത്രയും ഉപ്പ് പാടുള്ളൂ. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുള്ളതാണ്, മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച ചക്ക. അപ്പോൾ ഈ ചക്ക നോക്കി ഇങ്ങനെ ഇതേപോലെ ഒലന്നിരിക്കണം. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല, ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചക്കയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും എന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അത് മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടിട്ടുണ്ടാവും തട്ടുകടയിൽ ഇങ്ങനെ 2 ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യണത് കപ്പേനെ. അത്രയൊന്നും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സോഫ്റ്റ് അല്ലേ ഓൾറെഡി. അപ്പോൾ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിട്ടിട്ട് മുട്ടയിടുക, ഇങ്ങനെ മിക്സ് ചെയ്യണം. നോക്കി ഇതേപോലെ നല്ലപോലെ രണ്ടും കൂടെ മിക്സ് ആവണം. അതായത് മുട്ട വേറെ കപ്പ വേറെ കിടക്കരുത്, രണ്ടും കൂടെ അങ്ങോട്ട് കമ്പൈൻ ആവണം. അപ്പോൾ ആ സൈസിൽ ഇതേപോലെ കുത്തി ഉടച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കപ്പയും മുട്ട റെഡി. എത്ര ഉള്ളു പണി, വേഗമാവും. 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ. എല്ലാം കുക്കിടല്ലേ, സവാള വേവണ സമയമുള്ളൂ. മുട്ട ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടല്ലോ. എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ഈ കഴിക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഈ സവാളയൊക്കെ പച്ച സവാള കഴിക്കുന്ന ടേസ്റ്റ് നല്ലതാണ്. പച്ച സവാള കഴിക്കണം നല്ലതാണ്.